സോ ആദ്യത്തെ കമ്മൽ ജുംക്കി കമ്മലുമാണ്. എനിക്ക് ജുംക്കി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഒരെണ്ണം ഇട്ട് കാണിക്കാം. ഇത് വന്നിട്ട് ഒരു ലൈറ്റ് ഓക്സിഡൈസ്ഡ് സിൽവർ ആണ് കളർ. ആൻഡ് ഇതിൽ മൾട്ടി ഷൈൻ വരുന്ന സ്റ്റോൺസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധാരണ ഒരു കമ്മൽ, പക്ഷെ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. ആൻഡ് ലൈറ്റ് വെയ്റ്റുമാണ്, അപ്പോൾ നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, രണ്ടാമത്തതും അഗൈൻ ഞാനൊരു ജുംക്കയാണ് കാണിക്കണേ. ഇതൊരു പ്രത്യേകത ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഡിസൈൻ, ഇതിൻ്റെ ഡിസൈൻ എന്താണെന്ന് വെച്ചാൽ കാണാമോ, ഒരു രാജാവും രാജകുമാരിയും കല്യാണം കഴിക്കുന്നതാണോ ഡാൻസ് ചെയ്യുന്നതാണോ എന്ന് എന്തറിയില്ല. ഡാൻസ് ചെയ്യുക ഇങ്ങനെ കൈ കോർത്ത് പിടിച്ചിട്ടാട്ടോ. അപ്പം ഞാനിതൊന്നും ഇട്ട് കാണിക്കാം. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പീസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞാനങ്ങനെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു കമ്മൽ. ആൻഡ് ഇറ്റ് ഈസ് വെരി ലൈറ്റ് വെയ്റ്റ്, ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട്. ഇതിലും സ്റ്റോൺസ് ഉണ്ട് കേട്ടോ ഫ്രണ്ടിലൊക്കെ. അടുത്തത് ഒരു ചെറിയ കമ്മൽ കാണിക്കാം. അടുത്തത് ഓക്കെ, ഇത് കണ്ടോ, മയിൽപ്പീലി പോലെ അകത്ത് ആൻഡ് ചുറ്റും സ്റ്റോൺസ് ആണ്. പെയിന്റഡ് ആണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഒന്നിട്ട് കാണിക്കാം. അയ്യോ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഞാനങ്ങനെ സാധാരണ കുഞ്ഞിക്കമ്മൽ വാങ്ങിക്കില്ല, പക്ഷെ സത്യം നല്ല ക്ലാസി ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചീപ്പായിട്ടുള്ള കുഞ്ഞു പ്രൈസിന് മേടിച്ച സാധനം തോന്നുന്നില്ല ഇട്ടിട്ട്. നല്ല ഭംഗിയുണ്ട്. പിന്നെയുള്ളത് കുറച്ചൊരു ലോങ് ആയിട്ട്, എനിക്ക് വലിയ ഇഷ്ടമാണ് ലോങ് ആയിട്ടുള്ള കമ്മൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കമ്മലിലാണ് ഞാൻ ആക്ച്വലി സ്പെൻഡ് ചെയ്യുക. സോ ഇത് അഗൈൻ ഒരു എന്താ പറയുക, ഒരു ഗുജറാത്തി കൈൻഡ് ഓഫ് മോഡലാണ്. ആൻഡ് ഇതിലും നിറച്ചും സ്റ്റോൺസ് ഉണ്ട്. ഇതും ഒരു സിൽവർ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ഒരു പീസാണ്. ഇതും തീരെ വെയിറ്റ് ഇല്ല കേട്ടോ. ഇതൊക്കെ കാണുമ്പോഴേ വലിപ്പമുള്ളൂ, ഇതിൽ വെയിറ്റ് ഇല്ല തീരെ. ഉണ്ടോ, നല്ല ഭംഗിയല്ലേ. പിന്നെ വാങ്ങിയത് ഒരു സ്റ്റഡ് മേടിച്ചു. ഞാനങ്ങനെ സ്റ്റഡ്സ് അധികം യൂസ് ചെയ്യാറില്ല, പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് ഇതൊക്കെ ശരിക്കും നമ്മുടെ കുറച്ച് ഈ അമേരിക്കൻ ഡയമണ്ട് കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന ആ ടൈപ്പാണ് കേട്ടോ. പക്ഷെ ഭയങ്കര ഭംഗിയുണ്ട്. ഞാനൊന്നിട്ട് നോക്കട്ടെ. ഇത് ഞാൻ അവിടെ വെച്ച് പോലും ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങ് എടുത്തന്നേ ഉള്ളൂ. അയ്യോടാ സൂപ്പർ. ഈ സാരീൻ്റെ കൂടെ വരെ പോകുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് അല്ലേ, നല്ല ഭംഗി. ഓക്കെ, സോ ബൈ. ഓക്കെ, നന്നായിരുന്നു. ഇനി അടുത്ത് ഓക്കെ, അപ്പോൾ കമ്മലൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത് ഞാൻ 2 ക്ലിപ്പ് മേടിച്ചു. വെറുതെ ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല, എന്നാലും കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ആദ്യത്തെ എന്ന് പറയുന്നത് ഇതാണ്. ഇതൊരു ഗോൾഡനിൽ കാണാമോ, ഗോൾഡനിൽ പേൾസ് ആൻഡ് സ്റ്റോൺസ് ആണ്. നല്ല ഷൈനിങ് ഉള്ള സ്റ്റോൺസ് ആണുള്ളത്. കാണാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഇത് നമുക്ക് കുട്ടികൾക്കും എല്ലാവർക്കും ഒക്കെ വയ്ക്കാം. അപ്പം തൽക്കാലം ഞാനൊന്ന് ജസ്റ്റ് വെച്ച് കാണിക്കാം എൻ്റെ ഹെയറിൽ. ഓക്കെ, തിരിച്ച് ഇങ്ങനെയാ. ഇതിപ്പം നമ്മുടെ ടിക് പോലത്തെ തന്നെ വേറെ ടൈപ്പ് വെക്കാം. ഓക്കെ, എനിക്ക് കണ്ടുകൂടാ, പക്ഷെ നിങ്ങൾക്ക് കാണാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൊള്ളാമെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഓക്കെ, ഇതൊരെണ്ണം. ഇതിന് തന്നെ സെയിം സിൽവർ കളറിൽ. ഓക്കെ, സെയിം തന്നെയാണ്, പാറ്റേൺ ഒക്കെ സെയിമാണ്. കാണാമോ, കാണാമെന്ന് വിശ്വസിച്ചു, കണ്ടു കാണും. ഓക്കെ ഓക്കെ, ഇതാണ് സിൽവർ കളറിൽ സെയിം തന്നെയാണ്, ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷെ ജസ്റ്റ് 2 കളറിൽ ഓരോന്ന് എടുത്തേ ഉള്ളൂ. ഇവിടെ തന്നെ വെക്കാം. അപ്പം നിങ്ങൾക്ക് രണ്ടും കൂടെ ഒന്നിച്ച് കാണാമല്ലോ. ഓക്കെ, ഇങ്ങനെയാണ് 2 കളേഴ്സ്. ഒന്ന് ഗോൾഡൻ, പിന്നെ ഒന്നൊരു സിൽവർ. 2ലും പേൾസ് വെച്ചിട്ട് സ്റ്റോൺസ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മേടിച്ചത് ഉത്സവം കാണാൻ പോയപ്പോൾ. ശരിക്കും കുട്ടിക്കാലത്ത് നമ്മൾ പോകുമ്പം ഈ വളയും അതൊക്കെ മേടിക്കാൻ കുഞ്ഞു കുഞ്ഞു പാവകളൊക്കെ മേടിച്ചു തരാൻ ഇങ്ങനെ അമ്മേൻ്റെ അടുത്തൊക്കെ വള ഉണ്ടാക്കുമല്ലോ. എനിക്ക് ശരിക്കും അതൊക്കെ ഓർമ്മ വന്നു പോയപ്പോൾ.
കുറേ നാളിന് ശേഷം ഞാൻ അങ്ങനെ ഒരു ഉത്സവത്തിന് എന്താ പറയുക ഷോപ്പിങ്ങിനായിട്ട് ഉത്സവത്തിന് പോയതിന് മുമ്പ് ആറ്റുകാലൊക്കെ ഉത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ദയവ് ചെയ്ത് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പുതിയ എന്തെങ്കിലും കണ്ടൻസ് ഇടണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സജഷൻസും എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ പാവല്ലേ, എന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസ് ഞാൻ ഇടുന്നത് അറിയാനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ വേണ്ടിയിട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി.